ഇങ്ങനെ പല പ്രശ്നം. ഈ ഒരു പ്രശ്നം അന്നത്തെ ആളുകൾക്ക് ഉണ്ടായില്ല. അവരുടെ ഹിമ്മത്ത് തന്നെയാണ് നമ്മുടെ ജൂസറാമലയുടെ ഹിമ്മത്ത് തന്നെയാണ് അന്നുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്ന ഹിമ്മത്ത്. ഏത് മുരിതന്മാരാണെങ്കിലും ഓരോ നാട്ടിലും നേരത്തെ പറഞ്ഞമാതിരി 4-5 ആളുകൾ മാത്രം വയ്ക്കുക. ഞങ്ങളൊക്കെ നാട്ടിൽ ആകെ 3 ആൾ മാത്രമേ ബയ്യത്ത് ചെയ്യാത്തവരുണ്ടായിരുന്നു. പിന്നെ ബയ്യത്ത് ഒക്കെ ഇന്ന ആരെങ്കിലും ബയ്യത്ത് ചെയ്യാണ്ടോ എന്ന് ചോദിച്ചൊരു കാലഘട്ടം. അവിടുന്ന് പോയിട്ട് ഇന്ന ആരെങ്കിലും നിന്നും പിന്മാറാനുണ്ടോ, ഇന്ന ആരെങ്കിലും ധരിക്കുന്നവരോടുണ്ടോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് ആകെ 4-5 ആളുകൾ മാത്രം. അള്ളാഹുവിന്റെ ഫضل അത് നമ്മളെ പാനയിൽ ഉൾപ്പെടുത്തി. അള്ളാഹുവിന്റെ ഫضലാണ്. അങ്ങനെ അവർ വാപ്പാര് അങ്ങനെയുള്ള നമ്മളുടെ ഇതിലേക്ക് എത്തുന്ന ചെറുപ്പം മുതൽ അന്നൊക്കെ അവരുടെ പ്രയാസങ്ങൾ മുതന്മാരുടെ പ്രയാസമാണ്. അതിൻ്റെയൊക്കെ എത്ര അപ്പറാണ് ഈ സമാന പ്രയാസങ്ങൾ വന്നത്. പക്ഷെ അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. നമുക്കെന്താ പ്രശ്നങ്ങൾ സഹിക്കാൻ തന്നെ കഴിയും. അവരുടെ പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് അന്ന് കഴിഞ്ഞു പോയത് നന്നായി. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളെ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആളുകൾ തന്നെ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരിക. ഇന്ന് നമ്മളതിന് പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. ഇന്ന് എന്തൊരു സുഖം, ഇന്ന് എന്ത് പ്രയാസങ്ങളാണുള്ളത്. സിൽസില നാഗരികതരാണെന്നുണ്ടെങ്കിൽ ബഹുമാനേ ഉള്ളൂ. എല്ലാവരുടെ ഇടയിലും തല പോന്നിച്ച് നടക്കാൻ പറ്റുന്ന കാലഘട്ടം. അത് നേരത്തെ ബഹുമാനപ്പെട്ട പറഞ്ഞല്ലേ, ഈ സാധാരണ വഴികളിലൂടെ നടക്കാൻ കഴിയാതെ അപ്പുറത്തുള്ള വഴികളിലൂടെ, അതൊക്കെ സാധാരണ എല്ലാ ഭൂതന്മാരുടെ അവസ്ഥകളായിരുന്നു. കല്യാണത്തിന് പോകാൻ പറ്റാത്ത, ഒരു സാഹസിൽ കൂടാൻ പറ്റാത്ത, ജുമാക്ക് വരെ പോകാൻ പറ്റാത്ത, പൂക്കും ചീത്ത പറയലും വെറും മൂരി എന്നല്ലാതെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. എന്തായി അവരുടെ അന്നത്തെ പ്രയാസങ്ങളും അവരുടെ പ്രാർത്ഥനയുമാണ് ഇന്ന് ഇത്ര സുഖത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മളെ കൊണ്ടായിട്ടില്ല. ഇങ്ങനെ ഇത് അവരുടെ പ്രയാസമാണ്. അവരന്ന് സഹിച്ചതാണത്. അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവരുടെ ത്യാഗം ഇനിയും അതിന്റെ ഫലങ്ങൾ ഇനിയും കാണാനേ ഇരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല, ഇനിയും കണ്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന പ്രതിഫലങ്ങൾ അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ശൈഖുനാ തങ്ങൾക്കും സർക്കാർ അവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇവരുടെയൊക്കെ പിൻഗാമികളായിട്ട് ജീവിക്കാൻ, അവരുടെ തണലിലായിട്ട് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وحبيبنا نبينا ومولانا محمد وعلى آل سيدنا ونبينا محمد صل على جميع الأنبياء. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലുകൊണ്ട് നമ്മെ അവൻ്റെ ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലായി സൃഷ്ടിച്ചു. അൽഹംദുലില്ലാ, ഇതിനോടുകൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളായ അല്ലാഹുവിൻ്റെ ഉന്നതന്മാരായ ഔലിയാക്കളുടെ ഉന്നതമായ ബന്ധം നൽകി അവരെ നോട്ടത്തിലും അവരെ സന്നിധിയിലുമായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ശൈഖുനാക്കും നമ്മുടെ എല്ലാ മുശായിഖുമാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരുടെ പ്രത്യേക ഫൈദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ മനസ്സുകളെ ഇളക്കി മറിക്കും വിധം ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ഇർഷാദുകൾ നൽകി. നമ്മുടെ പൂർവികരായ മഹാന്മാർ വളരെ ത്യാഗം ചെയ്ത് അവരുടെ ജീവനോ സ്വത്തോ മറ്റൊന്നും അവർ വിലവെക്കാതെ പരിപൂർണമായും
ബഹുമാനപ്പെട്ട ശഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലില്ലായ അവിടുത്തെ പ്രതിനിധിയായ ഒരു ആത്മീയ ഗുരുവിനെ കിട്ടിയപ്പോൾ അവരുടെ മുമ്പിൽ പരിപൂർണമായും ഖുർബാനായി അവര് സ്വയത്തെ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ എല്ലാ ത്യാഗങ്ങളും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫലമായി നമുക്ക് അവരുടെ ഒരു തണലിൽ നിൽക്കാനും അവരുടെ ആളുകളായി അല്ലാഹുവിൻ്റെ ഔലിയാക്കളോട് ഖൽബിൽ ഇഅ്തിറാദില്ലാതെ വിമർശനമില്ലാതെ അവരെ പറ്റി മതിപ്പും അവരോട് അടിസ്ഥാനപരമായ ഒരു മഹബത്തുമുള്ള ആളുകളായി അവരെ കെയർ ഓഫിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. അത് അല്ലാഹു നമുക്ക് ചെയ്തെന്ന വലിയ ഫضലാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ കാമിലായ വലിയനോട് ഉള്ളിൽ എതിർപ്പില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നിയമത്താണ്. വലിയ നിയമത്താണ്. അതാണല്ലോ കാലഘട്ടത്തില് തൻ്റെ ഒരു മുരീദിന്റെ പിതാവ് വഫാത്തായപ്പോ ആ മുരീദ് സ്വപ്നത്തിൽ കണ്ടു വാപ്പ നരകത്തിലാണ്. അപ്പൊ മുരീദ് ചെയ്തോട് പറയുന്നത് ബഹിജാത്തിന്റെ കിതാബിൽ ധരിച്ചൊരു ചരിത്രമാണ്. എൻ്റെ വാപ്പ നരകത്തിൽ കിടക്കുന്നതായിട്ട് ആ സ്വപ്നം കണ്ടു. അപ്പോൾ ഹൗസുലാദി എന്നാണ് മുരീദിനോട് ചോദിച്ചു, അവന് എൻ്റെ മുരീദാണോ? അല്ല. എൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചതായിട്ട് അറിയില്ല. എൻ്റെ ഈ തഅലീമിന്റെ മജ്‌ലിസിൽ ഇരുന്നിക്കണോ? അതും അറിയില്ല. എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ ഈ മുരീദ് വളരെ സന്തോഷത്തോടെ വരുന്നത് പറയാണ്, അൽഹംദുലില്ലാഹ് യാ സയ്യിദി, ഇന്നലെ രാത്രി ഞാൻ ഉപ്പാന സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ വളരെ ഉന്നതമായ അവസ്ഥയിലാണ്, വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ വാപ്പ. അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ ശഫാഅത്ത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ജീവിതകാലം മുഴുവനും ഇനി അവരുടെ സഹവാസത്തിൽ നീ നിലകൊള്ളണം എന്ന് എന്നോട് സ്വപ്നത്തിൽ വാപ്പ ഉപദേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹൗസുലാദി റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ വാപ്പയുടെ ഹാലിക്ക് ഞാൻ നോക്കി, കൽബിക്ക് ഞാൻ നോക്കി. അപ്പൊ നിന്റെ വാപ്പാക്ക് എന്റെ മുരീദാകാനോ എന്റെ സദസ്സിൽ വരാനോ എന്റെ പിന്നെ നിസ്കരിക്കാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും നിന്റെ വാപ്പാന്റെ മനസ്സിൽ എന്നോടൊരു ഏക്കിറാതില്ല. എന്റെ ഏതെങ്കിലും പ്രവൃത്തികളിലോ വാക്കുകളിലോ കൈകാര്യങ്ങളിലോ ഒന്നും ഒരു വിമർശനം ഇല്ലാത്ത ഒരു മനസ്സാണ് എൻ്റെ വാപ്പ, എൻ്റെ മനസ്സ്. അത് വെച്ചിട്ട് ഞാൻ അള്ളാഹിനോട് നിന്റെ വാപ്പാക്കോട് ശുപാർശ ചെയ്തു. അള്ളാഹു ഉത്തരം രക്ഷപ്പെടുത്തി. അപ്പൊ ആ ഒരു അവസ്ഥ അള്ളാഹു തആലയുടെ ഔലിയാക്കളോട് ഉള്ളിൽ വിമർശനമില്ലാത്ത ഒരു സ്വഭാവം അതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നിയമത്താണ്. ഇവിടെ ഇപ്പോ ഒരു ഖാൻഗാഹ്, ഒരു നാട്ടിലൊരു ഖാൻഗാഹ് വരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു സംഗതിയാണ്. പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞല്ലോ, വസ്തുത് വഖതരിബ്, സുജൂദ് എന്തിനുള്ളതാണ്? അല്ലാഹു തആലയുടെ ഖുർബ്. അഖ്റബുമായ കുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അല്ലാഹു തആലയുടെ ഖുർബ് ഏറ്റവും കൂടുതൽ അടിമക്ക് ലഭിക്കുന്ന ഒരു രംഗമാണ് സുജൂദ്. ഈ അല്ലാഹു തആലയുടെ ഖുർബും അല്ലാഹു തആലയുടെ മുമ്പിലുള്ള താഴ്മയും ഇതൊക്കെ ഉള്ളിനോട് ബന്ധപ്പെട്ടതാണ്, ഉള്ളിലുണ്ടാവേണ്ടത്. എങ്ങനെ അല്ലാഹു തആലയുടെ ഖുർബ് നേടാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് വേണ്ടി കൽബ് കീഴൊതുങ്ങൽ എങ്ങനെ? അല്ലാഹു അല്ലാത്തതിൽ നിന്നൊക്കെ കൽബിനെ മോചിപ്പിക്കൽ എങ്ങനെ? ഇതൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സുജൂദ് സുജൂദാണത്, നമ്മുടെ നിസ്കാരം നിസ്കാരമാവും. ആയിരങ്ങൾ ചിലപ്പോൾ പള്ളികളിൽ ഒരുമിച്ച് കൂടും. അവരിൽ ഒരാൾ പോലും മുഅ്മിൻ ഉണ്ടാവില്ല. അങ്ങനത്തെ കാലം വരെ വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പള്ളി കൊണ്ടുള്ള ആ ഫലവും ഉപകാരവും നമ്മളെ ഇബാദത്തുകളും എല്ലാം ആ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തിൽ കൂട്ടിയുറപ്പിക്കപ്പെട്ടത് ആകാനും അനിവാര്യമായ ഇൽമുകളും അതിന്റെ ഹാലുകളും ശുബലുകളും പകർന്നു കൊടുക്കുന്ന സ്ഥാപനമാണ് ഖാൻഗാഹ്. ഖാൻഗാഹ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ബൈത്തുൻ യജ്തമിഉ ഫീഹി ശൈഖു വ മുരീദുഹു എന്നാണ് മഹാന്മാരായ ഇമാമികൾ അതിന് അർത്ഥം പറഞ്ഞത്. തുഹ്ഫത്തുൽ ശാഫിഈയുടെ ആധികാരിക ഫിഖ്ഹിന്റെ കിതാബായ തുഹ്ഫത്തുൽ മുത്താജിന്റെ ഹാശിയ ശർവാനിയിൽ കാണാം ശൈഖും മുരീദന്മാരും സംഗമിക്കുന്ന സ്ഥലം. അവിടെ അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഖാൻഗാഹ് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലിയ ഒരു നിയമത്താണ്.
നമ്മളെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഷൈഖന്മാരെ ഹദറത്തിലൊന്ന് കൂടാം. അവരാ വിഷയത്തിൽ അവരുടെ നോട്ടത്തിൽ അവരെല്ലാവരും പങ്കെടുപ്പിക്കാനൊക്കെ ഒരു ചാൻസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നിയമത്താണ്. അള്ളാഹു തആലയുടെ വിഷയത്തിൽ ഒരു കൂട്ടർ സംഗമിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വരെ സംബന്ധിച്ച് പത്രാസ് പറയുന്ന എൻ്റെ അടിമകളെ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രാസ് പറയുകയും ആ റഹ്മത്തിന്റെ മലക്കുകൾ ആകാശത്തിലേക്ക് മുട്ടുമാർ അവരെ പൊതിയുകയും ചെയ്യുമെന്ന് ചെറുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ സദസ്സുകൾ ഒക്കെ ഈ കാങ്കാലികളോട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ആ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ അള്ളാഹു തആലക്ക് അള്ളാഹിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടി ആളുകളെ സംബന്ധിച്ച് അവന്റെ മലക്കുകളിൽ നിന്ന് കേൾക്കാൻ താല്പര്യം. അത് ചോദിച്ചാൽ എവിടെ വരുന്നത് ഞങ്ങൾ എന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടി ഒരു കൂട്ടം ആളുകളുണ്ട് ഓരോ കയ്യിൽ നിന്ന് വരികയാണ്. അവരാരെ ദിക്റ് ചെയ്യുന്നത്? അവർ നിന്നെയാണ് ദിക്റ് ചെയ്യുന്നത്. അതൊക്കെ അറിയാലോ. എന്നാലും ഇവർ അള്ളാഹിന്റെ അടിമകളെ നമ്മളെ മക്കളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അതിലുപരി അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു കൂട്ടം ഒരുമിച്ച് കൂടുമ്പോൾ അതിന്റെ പേരിൽ അള്ളാഹുക്ക് എത്രമാത്രം ഒരു താല്പര്യമാണ്, ഇഷ്ടമാണ്. യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടുന്ന സംഘത്തിന്റെ മേൽ സ്ഥായിയായി എന്നും നിലനിൽക്കുന്നതാണ് അള്ളാഹിന്റെ കൈ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യദുല്ലാഹി മല്ല, അള്ളാഹിന്റെ കൈ നാമഞ്ഞതാണ്. അള്ളാഹിന്റെ കയ്യിലാണ് എല്ലാ റഹ്മത്തും മൗഫറത്തും ഫളലും ഖുർബും എല്ലാ നിഅമത്തുകളും അള്ളാഹിന്റെ കയ്യിലാണ്. ആ അള്ളാഹിന്റെ കൈ ആരുടെ മേലുണ്ട്? അള്ളാഹിന്റെ വിഷയത്തിൽ സംഗമിക്കുന്ന ആ സംഘത്തിന്റെ മേലിലുണ്ട് എന്നാണ്. അള്ളാഹിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള മുഅ്മിനീങ്ങളൊക്കെ ജീവിച്ച ആ ഒരു മാർഗവും ആ ഒരു പാതയും ആ പാതയിൽ നമ്മൾ ആവാനുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ കാങ്കായികളുടെ ആ പാത നിർബന്ധമാക്കുക. മുസ്ലിങ്ങളുടെ സംഘം ഏതൊരു വിഷയത്തിലായിരുന്നോ ആ വിഷയത്തിലാവാൻ വേണ്ടിയുള്ള പരിശ്രമം, ഇതാണ് ഒരു മനുഷ്യന് വേണ്ടി ഈ ദുനിയാവിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പരിശ്രമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യദ്ഖുല ബഹ്ബൂബത്തിൽ ജന്ന ഫൽയൽസമിൽ ജമാഅത ഐ ജമാഅത്തുൽ മുസ്ലിമീൻ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിൽ വസിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ജീവിച്ചു വന്ന ആ ഒരു സരണി, മുസ്ലിങ്ങളുടെ ആ സംഘത്തെ അവർ നിർബന്ധമാക്കട്ടെ. മുസ്ലിങ്ങളുടെ ആ സംഘം ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള മുഅ്മിനീങ്ങളൊക്കെ ഏതൊരു വിഷയത്തിലായിരുന്നു ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിലും അതിന്റെ ഇൽമിലും അതിന്റെ ഷൂറിലും അതിന്റെ ഹാല് പകർത്തുന്ന പരിശ്രമത്തിലായിരുന്നു അവർ. അതിനുവേണ്ടി അവർ എപ്പോഴും സംഗമിക്കും, പരസ്പരം കണ്ടുമുട്ടുക. താഴെ മുന്നത്ത് ഈമാന ഒരു വരി നമുക്കൊന്ന് ഈമാൻ കൊടുക്കുക. താഴെ നുഅ്മിൻ സാഅ സ്വൈബുക്കാരനൊക്കെ കാണാം. സ്വഹാബികളെ കുട്ടിയെ പറയും കുറച്ച് നേരം ഈമാൻ പുതുക്കുക. ഇങ്ങനെ ഈമാൻ പുതുക്കുക എന്നുള്ള പരിപാടി തന്നെ നമുക്കറിയില്ല. ജദിദു ഈമാനക്കും ചെല്ലാൻ വേണ്ടി പിന്നെ ആ സദസ്സിന്റെ നേതൃത്വം വഹിക്കുന്ന ആൾ പറയുന്നത് ഈമാൻ പുതുക്കിക്കോളിൽ ആരാധനോട് അപ്പോൾ ആരാധന ചെല്ലാന്നല്ലാതെ എങ്ങനെ ആരാധനോട് ഈമാൻ പുതുക്കും അതിനെപ്പറ്റി ാണ്. ഇങ്ങനെ ഈമാൻ പുതുക്കുന്ന ആ ഒരു പുതുക്കാൻ വേണ്ടിയും ആ ഈമാന്റെ വിഷയത്തിൽ മുന്നേറാൻ വേണ്ടിയും അതിനു വേണ്ടി സംഗമിക്കാനും ഉള്ള സ്ഥാപനവും ആ സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് ആ വിഷയങ്ങൾ പകർന്നു തരാൻ പറ്റിയ മഹാന്മാരൊക്കെ നൽകി എന്നുള്ളത് എത്രമാത്രം വലിയ ഫضലാണ്. അങ്ങനെ ആ മലക്കുകള് അവര് ആരെ ദിക്ർ ചെയ്യുന്നത്? അല്ലാഹു ചോദിക്കുമ്പോ നിന്നെ ദിക്ർ ചെയ്യുന്നത്. അവർ എന്താ എന്നോട് ചോദിക്കുന്നത്? നിന്റെ സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കണം, ഞാൻ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ തന്നെ ചെയ്യും. നിന്നോട് എന്തിനത്തോടാണ് കാവൽ ചോദിക്കുന്നത്? നരകത്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്. ആ നരകത്തോട് ഞാൻ അവരെ കാക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോ മലക്കുകൾ പറയാണ്, ആ കൂട്ടത്തില് നിന്റെ ദിക്റിന് വേണ്ടി വന്നതൊന്നല്ല, അങ്ങനത്തെ ചില ആൾക്കാരും ഉണ്ട്. അതിനെങ്ങനെ പോയപ്പോ ഒന്ന് കയറി ഇരുന്നേ ഉള്ളൂ, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പ്രശ്നെ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുകയാണ്, അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോഴാണ് മലക്കുകൾ പറയുന്നത്. ദിക്റിന് വേണ്ടി വരാത്ത ആവശ്യത്തിന് വേണ്ടി വന്ന ആളും ഉണ്ട്, ഓന് പുറത്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല പറയാണ്, അവരൊരു കൗമാണ്, അവര് കാരണമായിട്ട് അവിടെ അവരുടെ കൂടെ ഇരുന്ന ആളും പരാജയപ്പെടുക. അപ്പൊ അങ്ങനത്തെ സദസ്സുകൾ എന്നും ഞങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ കാന്താവ് വരുമ്പോ മൈലുസ്കാരല്ല
ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾക്കും നമ്മളെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഹങ്കായിൽ വരാം. ഇത് മുദാക്കറ ചെയ്യാം. ചെയ്യുന്ന അവരുടെ ഹാജിന്റെ കാപ്പില ഹൈദരാബാദിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവരോട് ഒക്കെ ചെയ്യുന്ന ഉപദേശം കാണാം. ചെയ്യുന്ന പറഞ്ഞ് നിങ്ങളോട് ഞാനൊരു വസിയത്ത് ചെയ്യാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പള്ളിക്ക് പോയി നിൽക്കച്ചോളൂ. മാതിരി നിങ്ങളുടെ നാട്ടിൽ ഹാങ്കാവുണ്ടെങ്കിൽ ആ ഹാങ്കാവിൽ മാതിരി വെച്ചാൽ നമ്മൾ ഹാങ്കാവിൽ വരിക. എന്നിട്ട് അവിടെ ഇശാക്ക് കൊടുക്കുന്ന വരെ അവിടെ മുടാക്കടയിലും ഇൽമിനെ പുതുക്കിക്കൊണ്ടും ഈമാനെ പുതുക്കിക്കൊണ്ടും ആ വിഷയത്തിൽ തന്നെ ആവുക. എന്നിട്ട് ഈശ കൊടുക്കുന്ന ഈശ കഴിഞ്ഞു പോവുക. ഇങ്ങനത്തെ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഹജ്ജ് കഴിഞ്ഞു വന്ന ആ കാഫിരിയോട് അവരോട് പ്രത്യേകം പറഞ്ഞതല്ല, ഓരോ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രത്യേകം നസീഹത്ത് ചെയ്തിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ചാൻസ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ ഹാങ്കാവുണ്ടാവുമ്പോൾ ചെയ്തൊരു മുതലാണത്. നമുക്ക് മുദാക്കറ ചെയ്യാം. എന്നും ഇങ്ങനത്തെ ഒരു സദസ്യം നമുക്ക് കിട്ടുമ്പോൾ ഇരുന്നാൽ തന്നെ പരാജയപ്പെടില്ല, ഓൻ വിജയിക്കുമെന്ന് തങ്ങൾ വാഗ്ദാനം ചെയ്ത അങ്ങനത്തെ ആ സദസ്സുകളൊക്കെ ഉണ്ടാക്കാനും അത് സംഘടിപ്പിക്കാനും ആ സദസ്സിൽ കൂടാനൊക്കെയുള്ള ഉന്നതമായ ഒരു ഭാഗ്യം കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹാങ്കാവുകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവസാനിപ്പിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും നാട്ടിൽ ഇങ്ങനെ ഹാങ്കാവ് സ്ഥാപിക്കാനും അതുപോലെ തന്നെ ആ ഹാങ്കാവിന്റെ യഥാർത്ഥ ആ ലക്ഷ്യത്തിലൂടെ തന്നെ മുന്നേറാനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹാങ്കാവിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക ഫضل കൊണ്ട് അവർക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ സ്വതന്ത്രരായി നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ശേഖനാക്കും ശേഖനാദില്ലായി പ്രവർത്തിക്കുന്ന നമ്മുടെ കർമ്മമാരും അതുപോലെ ബഹുമാനപ്പെട്ട ഖലീഫ ജനകീയ മുസ്ലിം Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wallahu ta'ala bismillahir rahmanir rahim. Innallaha wa malaikatahu yusholluna 'alan nabi. Ya ayyuhallazina amanu sallu 'alaihi wa sallimu taslima. Allahumma shalli 'ala sayyidina nabiyyina Maulana Muhammadin wa 'ala ali sayyidina nabiyyina Maulana Muhammadin wa barik wa sallim 'alaihi wa salli 'ala jami'il anbiya'i wa mursalin wa അത്യുന്നതമായ ഒരു സദസ്സിൽ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. പഴയ ഗാംഗായ്മയോടനുബന്ധിച്ച് അതൊന്ന് വിപുലമാക്കാനാണ് വീട്ടുകാരാദ്യം ആഗ്രഹിച്ചത്. പക്ഷെ അന്ന് തീരുമാനിച്ചത് എന്താണ്, മഹാനായ അബ്രഹാം മുസ്ലിയാരുടെ സ്മാരകമായി നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം ഒരു മറയിലായ പോരാ. ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടുകുത്തി വരയിലേക്ക് പോകുന്ന റോഡിലൂടെ ആരൊക്കെ സഞ്ചരിക്കുന്നോ അവർക്ക് ഒരിക്കലും നോക്കാതിരിക്കാൻ പറ്റാത്ത വിധം തലയുയർത്തി നിൽക്കുന്ന ഒരു ഉന്നതമായ സൗധമായിരിക്കണം അതെന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. അങ്ങനെ സുന്ദരമായ സൗധം അല്ലാഹു തന്നെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഉയർന്നു. നമുക്ക് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്ഥാപിച്ച ഒരു പള്ളിയല്ലല്ലോ, മദീനയിലേക്ക് വരുമ്പോഴാണ് പള്ളി ഉണ്ടാക്കിയത്. അതിനു മുമ്പ് തുടക്കം മുതൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഒരുമിച്ച് കൂട്ടി അവിടെ ചെയ്ത പള്ളി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠനം, ഖാൻഗാഹി പഠനം. അപ്പോൾ ആദ്യമായി സ്ഥാപിച്ചത് ഖാൻഗാഹാണെന്ന് പറയാം. പേരുണ്ടായിരുന്നില്ല. ഇതേ പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്ത പണി, ആ തുടക്കത്തിൽ ചെയ്ത പണി, അത് നിർവഹിക്കുന്ന ഒരു കേന്ദ്രമാണ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പ്രത്യേകിച്ച് അമേരിക്കക്കാരോട്. ഇനി നിങ്ങൾ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്ര ഉന്നതമായ ഒരു ഗാംഗാവ് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഇതുപോലെ എല്ലാ വ്യാഴാഴ്ചയും ഗാംഗാവ് നിറച്ച ആൾക്കാരുണ്ടാകുന്ന വിധം അധ്വാനിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ അമേരിക്കക്കാരായ ദുരിതന്മാർക്കുണ്ട്. പ്രതിഭാഷവും ഇവിടുത്തെ ദുരിതന്മാരും ഒരേ മനസ്സോടുകൂടി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ചുരുങ്ങിയ കാലം കൊണ്ട്
ഇതിനേക്കാൾ ഉന്നതമായ അവസ്ഥ പുറത്ത് ആൾ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉന്നതമായ സ്ഥാപനത്തെ ആരെയൊക്കെ എത്തിക്കോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥന. يا أيها الذين آمنوا اللهم صل على سيدنا محمد وعلى آل سيدنا അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ പദവികൊണ്ട് അവർ നമ്മെ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടുത്തുകയും അവന്റെ മഹ്ബൂബീങ്ങളായ ഉന്നതരായ ഔലിയാക്കളുമായി മഹത്തായ നിസ്ബത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് അമേരിക്കാട് പ്രദേശത്ത് ഇതായി ഒന്നരായ അമേരിക്കാട് അബ്ദുറഹ്മാൻ മഹാനവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സർക്കാരിൻ്റെ ഉദ്ഘാടന വേദി ഒരുമിച്ച് കൂടാനുള്ള അവസരവും തൗഫീഖും നൽകി. ഇന്ന് ഒന്നരായ അബ്ദുറഹ്മാൻ മഹാനവരുടെ കൂട്ടുകാരനും സ്നേഹിതനുമായ ഒന്നരായ ജമാലുല്ലാ ഷാ അഹ്മദുല്ലാഹി അലൈഹി ഏലംകുളം ഉസ്താദ് എന്ന് പറയുന്ന മഹാനവരുടെ റൗസിൻ്റെ സുദിനമാണ്. ജമാഅത്ത് സ്ഥാനി 10 മഹാനവരുടെ റൗസിൻ്റെ സുദിനമാണെന്ന് സാധാരണ നമ്മൾ ഷെയ്ഖുനായുടെ നേതൃത്വത്തിൽ ഏലംകുളത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. പിന്നെ അവരുടെ സ്നേഹിതന്റെ പേരിൽ അമേരിക്കാട് ഒരുമിച്ച് കൂടിയ സദസ്സിലാണ് ഷെയ്ഖുനായുടെ നിർദ്ദേശപ്രകാരം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിലൂടെ ആ ഉന്നതന്മാരായ മഹത്തുക്കളുടെ എല്ലാം റൂഹകൾ സന്തോഷിക്കുന്ന സന്ദർഭമാണ്. അവരുടെ എല്ലാം ആത്മാക്കൾ ഒരുമിച്ച് കൂടി സന്തോഷം പങ്കുവെക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മുഹൂർത്തത്തിൽ നമുക്കും അതിൽ പങ്കാളികളാവാൻ കഴിഞ്ഞു എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്ത വലിയ തൗഫീഖാണ്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും റൂഹിയായിരിക്കുന്ന തവജ്ജുഹും അവരുടെ എല്ലാവിധ പരിപാലനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ ഭാര്യ സന്തതികളുടെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരിലും അല്ലാഹു തആല ആ ഉന്നതന്മാരുടെ എല്ലാവിധ വർഷാത്തുകളും കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഉന്നതരായ ഉസ്താദുമാരെല്ലാം വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഉന്നതരായ സുഹൂർ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ആ ഹിമ്മത്തിലൂടെ അവരുടെ ആ പ്രവർത്തന ശൈലിയിലൂടെ അല്ലാഹു തആല കേരളത്തിലെ ഉന്നതന്മാരായ ഉലമാക്കളിൽ അല്ലാഹു തിരഞ്ഞെടുത്ത പ്രത്യേകക്കാരായ ആളുകൾക്ക് ഹിമ്മത്തും കരുത്തും നൽകി അവരിലൂടെ സിൽസിലക്ക് ഒരു പുനർജീവിതം തന്നെ ഇവിടെ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുക്കുമൂലകളിലെല്ലാം ഇന്ന് സിൽസില പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടി, അവരുടെ മഹബൂബികൾക്ക് വേണ്ടി അവർ നിലനിർത്തി തന്ന ഈ വഴിയിലൂടെ സരണിയിലൂടെ വളരെ അതവുള്ള അച്ചടക്കമുള്ള അവരുടെ മുരീദന്മാരായി ശിഷ്യന്മാരായി വളരാൻ നമുക്ക് ഏവർക്കും ഉണ്ടാവുന്ന ഐക്യം നൽകട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച
വന്യരായ ഉസ്താദുമാരും അവരുടെ പിന്നണികളായി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകട്ടെ. ഐഹികവും പാരത്രികവുമായ സർവ്വ വിജയങ്ങളും അവർക്കും അവരുടെ എതിരായി നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹുവിന്റെ മഹബൂബികൾ ആഗ്രഹിച്ചതുപോലെയുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കട്ടെ. വന്യരായ ശൈഖുനാ തങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒരുപാട് കാലം ആ തണല് നമുക്ക് വേണ്ടി നമ്മുടെ പരമ്പരകൾക്ക് വേണ്ടി അല്ലാഹു എത്തിപ്പെരുമാറാകട്ടെ. ജാനശ്രീ സർക്കാർ മഹാനവറുകൾക്കും വന്യരായ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അല്ലാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതാണ് നബിയുടെ ഹബീബിന്റെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പലരും സംസാരിക്കാനുണ്ട്. സംസാരിക്കുന്നവരും ക്ലാസ് ചെയ്യുന്നവരും പലരും പരിപാടി സമയമായിട്ടുണ്ട്. നിർത്താൻ പോകാനായിട്ട് മുമ്പ് പഠിക്കുന്നത് സക്കാഫ് വളരെ ചാൻസ് പറഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങളുടെ സൈനികരുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഫضലാണ്. പുസ്തകന്മാർ പറഞ്ഞതുപോലെ മുഖത്തറാണ്. സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു മുഖത്തറാണ് വന്ന് ആ മുഖത്ത് ഓരോന്ന് നമുക്ക് വലിയാക്കളിലൂടെയായി ജീവിച്ച് മരിക്കാനുള്ള തൊഴിൽ ചെയ്യട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സാഹിബന്മാരെ നേരത്തെ സർമാർ പറഞ്ഞതുപോലെ നിഷേധിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോകാൻ അനുഗ്രഹിച്ചു. അവരെ ആ ജയിലിൽ തമ്മിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവിൻ്റെ തൊഴിൽ നമ്മളാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് ഒപ്പം പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അവരുടെ മഹബൂബികൾക്ക് ഏറ്റവും വലിയ സൽക്കാരമായി എന്താണ് നൽകുന്നതെങ്കിൽ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയും അവരുടെ സദഖയും അവർക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. صلوا على النبي اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. الحمد لله. اللهم അതിമഹത്തായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ സദസ്സിൽ മഗ്ഫിറത്തിൻ്റെ മജ്‌ലിസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടാൻ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ഇവിടെ ഞങ്ങളൊന്നും പേര് പോലും പറയാൻ പറ്റാത്ത സദസ്സിലാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മുന്നിൽ പേര് പറയുന്ന അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഔലിയാക്കളോടുള്ള ബന്ധം മാത്രമാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു ബന്ധം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ തനിച്ച ശിർക്കിനും കുഫറിനും ക്രിസ്തുവിനും ഫുജൂറിനുമായി കോലത്തിൽ പണ്ഡിതനാണെങ്കിലും ആര്യമാണെങ്കിലും വളരെ ഉലായിക്കത്തല്ലാണ് ബന്ധം അതല്ല ആ അവസ്ഥയിൽ ജീവിച്ചിരുന്ന നമ്മളെ എൻ്റെ പോലത്തവരെ അള്ളാഹു ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കരം നൽകി അള്ളാഹു താനെ രക്ഷപ്പെടുത്തി
അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂടെ ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഉസ്താദുമാർക്ക് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ മുഖദ്ദർ അങ്ങേയറ്റം സന്തോഷിക്കാനുള്ള മുഖദ്ദറാണ്. നമ്മൾക്ക് ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ് വിശാലായി പോയ ഒരു മഹാന്റെ പേരിലുള്ള ഔലിയാക്കളുടെ ഈ ബാർഗാഹിൽ, ഈ മജ്‌ലിസിൽ, ഈ സദസ്സിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലാഹു തആലയുടെ മുമ്പേയുള്ള ആ മുഖദ്ദറിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷിക്കാണ്ട് അന്ന് ഏറ്റവും മോശപ്പെട്ട നമ്മളൊക്കെ ഇവരെ കൂടെ ആയിരുന്നു. ഇപ്പോൾ അതിന് മുഹൂറാവുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം സന്തോഷമാണ്. അല്ലാഹു തആല അതിൻ്റെ യഥാർത്ഥ ശുക്റും വിശ്വാസം ഇനിയും കൂടുതലാക്കി തരട്ടെ. ഇവരെ കടലിൽ മരണം വരെ നിന്ന് പൂർണ്ണമായി നമുക്കും നമ്മുടെ ഹലുകാർക്കൊക്കെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾക്കും ജാനശ്ശേരി സർക്കാരിനും ഉസ്താദുമാർക്കും എല്ലാം അല്ലാഹു പരിപൂർണ്ണ ആഫിയത്തും സിഹ്ഹത്തും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവർക്ക് കുളിർമയാകുന്ന മോചിതന്മാരിൽ മോചിതത്തുള്ളിൽ നമ്മെ നമ്മുടെ ഹലുകാർക്ക് അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രദേശത്ത് എൻ്റെ പരിസരത്തുള്ള ആളുകൾ ഏറ്റവും പാലിസ്കാരത്തിന് മുമ്പ് നടന്ന പാലിസ്കാരത്തിന് വലിയ പ്രത്യേക ഷോറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി അയാൾ വിളിച്ചാൽ അത് വലിപ്പം കൊണ്ടും നോക്കുമ്പോൾ എൻ്റെ അടുത്തും ആരും നമ്മൾ മുതാക്കാരനെ നമ്മൾ സാഹിത്യന്മാരെ ഇരിക്കുകയാണ് രക്ഷാതാക്കളുടെ പരസ്പരം ചർച്ച ചെയ്യും. അത് കുറെ സമയം വേണ്ടാത്ത ചോദ്യം ഒരുപാട് ഇത് തടസ്സം ചെയ്യാറ് അത്യാവശ്യമുള്ളവര് മാത്രം പോകുക. അല്ലാത്തവർ ഒരാളാണ്, രണ്ടാളാണെങ്കിലും നാലാളാണെങ്കിലും എത്ര ആളെ എണ്ണം എടുക്കും നോക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൂടി വിശ്വാസം ഉദാഹരണം പ്രയാസം പലപ്പോഴും അതാണ് നമുക്ക് പലപ്പോഴും പ്രസംഗങ്ങളോ വേറെ മറ്റുള്ള വിഷയങ്ങളോ അല്ല, നമ്മളുടെ ഹാലാണ് ചെയ്യട്ടെ. يا شفيع الورى سلام عليك، يا نبي الهدى سلام عليك، يا شفيع الورى سلام عليك، يا نبي الهدى سلام عليك، واجب حبك على المخلوق، يا حبيب العلا سلام عليك، أنت مطلوبنا سلام عليك، يا شفيع الورى سلام عليك، يا نبي الهدى سلام عليك، سيدي يا حبيبي مولاي لك كلنا فداء سلام عليك، سيدي يا حبيبي مولاي لك كلنا
نبي المجتبى سلام عليك سلام عليك يا نبي الله سلام عليك اللهم صل وسلم وسلام على اللهم بلغ صلاتنا وسلامنا على رسول الله إلهي